നമ്മൾ ചെറുപ്പത്തിൽ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ പല സമയങ്ങളിൽ ഇപ്പം ഗ്രാൻസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റ് നിൽപ്പിക്കൽ പരിപാടി ക്ലാസ് റൂമുകൾക്കകത്ത് പല സമയങ്ങൾക്കകത്തുണ്ടായിരുന്നു. ഞാൻ ആ സമയത്തൊക്കെ ടോപ്പ് സ്കോറർ ആയിട്ടുണ്ടായിരുന്ന ആൾ തന്നെയാണ്. ഒരു പ്രാവശ്യം ഒരു സുഹൃത്ത് പരിചയപ്പെടുത്താണ് അവരുടെ പാരൻസിന്, ഇതാണ് ദിനു. അപ്പോൾ അവർക്ക് എൻ്റെ ബോഡിയിൽ നിന്ന് ദിനു ഇതാണെന്ന് വിശ്വസിക്കാൻ വയ്യ. അപ്പോൾ അവർ എക്സ്പെക്ട് ചെയ്ത ദിനു എന്ന് പറഞ്ഞ ആളുടെ ബോഡി ഇതല്ല. ഒരു ടോപ്പ് സ്കോറർ ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയുടെ ബോഡി ഇതായിരിക്കില്ല അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പം അത്തരം എക്സ്പീരിയൻസസ് ചെറുപ്പം തൊട്ടുണ്ടായിരുന്നു. ഇപ്പം MA എനിക്ക് 1ാം റാങ്ക് കിട്ടിയപ്പം കോളനി വേണം എന്നാണ് ആദ്യം വന്ന കമൻറ്റ്, എനിക്ക് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള കമൻറ്റ്. അപ്പം അത്തരം എക്സ്പീരിയൻസസ് എല്ലാ സമയത്തും ഉണ്ട്. ഇപ്പം ഞാൻ IIT പഠിക്കാൻ പോയ സമയത്ത് തന്നെ എനിക്ക് ആ IIT ഒരിക്കലും അവിടെ ഒരുപാട് സൗഹൃദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് എൻ്റെ സ്പേസ് ആയിട്ട് എനിക്കൊന്നും തോന്നിയില്ല. ഇപ്പം ഞാൻ ആലോചിക്കേണ്ടത് ചില വിദ്യാർത്ഥികൾക്ക് എന്തുകൊണ്ടാണ് ഈ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ പോകുന്ന സമയത്ത് ഇത് ഞങ്ങളുടെ സ്പേസാണ് ഭയങ്കര പെട്ടെന്ന് തോന്നുന്നത് എന്ന് എനിക്ക് തോന്നാറുണ്ട്. ചിലർക്കത് അവരുടെ അഗ്രഹാരം പോലത്തെ ഒരു അഗ്രഹാരമായിട്ട് അവർക്ക് അനുഭവപ്പെടുന്നുണ്ടോ. പക്ഷേ ചില മനുഷ്യർക്ക് അത് അവരുടെ സ്പേസ്. ഇപ്പോൾ ട്രൈബൽ കുട്ടികളുടെ കാര്യം മാത്രം എടുത്താൽ മതി. ഊര് പോയി കഴിഞ്ഞാൽ എന്തോരം ആക്റ്റീവായിട്ടുള്ള പിള്ളേരാണ്, അവർ എന്തോരം കളികൾ അവിടെ കളിക്കുന്നത്, എന്തൊരു സംസാരിക്കുന്നത്. പക്ഷേ സ്കൂളിലെത്തുന്ന സമയത്ത് അവർ ഇത്രയ്ക്കൊന്നും സംസാരിക്കുന്നില്ല. നമ്മൾ എന്നിട്ട് അതിനെ പെട്ടെന്ന് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിനാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കുറേ മനുഷ്യന്മാർക്ക് സുപ്പീരിയോറിറ്റി കോംപ്ലക്സിൻ്റെ പേരിൽ ഒരു സ്പേസ് ഉണ്ടാക്കുകയും ആ കുട്ടികൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്പേസ് ആയിട്ട് ആ സ്പേസ് മാറുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത് സംഭവിക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത്.